Dear students, today we are going to discuss advanced English language skills for commerce and management. In the text you have a chapter 16, Long Walk to Freedom, written by Nelson Mandela. Okay, we can have a look into the chapter. നെൽസൺ മണ്ടേല നമുക്കറിയാം, സൗത്ത് ആഫ്രിക്കയുടെ ആദ്യത്തെ പ്രസിഡൻ്റ് ആയിരുന്നു. ഒരുപാട് കാലം അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പോരാടിയ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബയോഗ്രഫിയുടെ കൊടുത്തിട്ടുണ്ട്. ഹി വാസ് ബോൺ ഇൻ 1918 ആൻഡ് ഡൈഡ് ഇൻ 2013. ഹി ഈസ് എ കണ്ടംപററിയൻ ഓഫ് അസ്. ഓക്കെ. And he was his education is given there. He had a Bachelor of Arts, BA and law degree from the University of South Africa, etc. are given there. His increased political commitment made him to join African National Congress ANC in 1944. 1944 അദ്ദേഹം ANC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്, ആഫ്രിക്കയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടിയ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഇത്. ആ സമയത്ത് ഒരു ഫ്രീഡം മൂവ്മെൻ്റ് ആയിരുന്നു, പിന്നീട് അതൊരു പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ. മണ്ടേല വാസ് അറസ്റ്റഡ് ഇൻ എ കൺട്രി-വൈഡ് പോലീസ് സൂപ്പ് ഓൺ 5th December 1956. 1956 മണ്ടേലയെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് വിച്ച് ലെഡ് ടു ദ 1956 ട്രീസൺ ട്രയൽ, 1956 ട്രീസൺ വിചാരണ എന്നുള്ള ഒരു വിചാരണയിലോട്ട് അത് നയിച്ചു. ആൻഡ് ഡേയ്സ് ബിഫോർ ദ എൻഡ് ഓഫ് ദ ട്രീസൺ ട്രയൽ, മണ്ടേല ട്രാവൽഡ് ടു പീറ്റർമാറ്റിസ്ബർഗ് ടു സ്പീക്ക് അറ്റ് ദ ഓൾ ഇൻ ആഫ്രിക്കൻ കോൺഫറൻസ്. 1956 ഈ ട്രയൽ നടക്കുന്നതിൻ്റെ തലേ ദിവസം ഇദ്ദേഹം പീറ്റർമാറ്റിസ്ബർഗിലേക്ക് ഇദ്ദേഹം രക്ഷപ്പെടുകയും അവിടെ ഓൾ ഇൻ ആഫ്രിക്കൻ കോൺഫറൻസിൽ സംസാരിക്കാൻ പോവുകയും ചെയ്തു. വിച്ച് റിസോൾവ്ഡ് ദാറ്റ് ഹീ ഷുഡ് റൈറ്റ് ടു പ്രൈം മിനിസ്റ്റർ വോർവേർഡ് റിക്വസ്റ്റിംഗ് എ നാഷണൽ കൺവെൻഷൻ ഓൺ എ നോൺ റേഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന വെർവോർഡിനോട് എഴുതാൻ വേണ്ടിയിട്ട് നെൽസൺ മണ്ടേലയോട് ഈ കോൺഫറൻസിൽ വെച്ച് പറയുകയും, അതായത് നോൺ റേഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു വംശീയത ഇല്ലാത്ത ഒരു ഭരണഘടന നമുക്ക് വേണമെന്ന് എഴുതാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം നെൽസൺ മണ്ടേല പ്രൈം മിനിസ്റ്ററോട് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോൺഫറൻസ് ഇദ്ദേഹത്തിന് ചുമതലപ്പെടുത്തി. 1962 ഓൺ 11th January 1962 യൂസിങ് ദ അഡോപ്റ്റഡ് നെയിം ഡേവിഡ് മോട്ട്സോമായി എന്ന് പറയുന്ന പേര് ഇദ്ദേഹം സ്വീകരിച്ചുകൊണ്ട് മണ്ടേല സീക്രട്ട്ലി ലെഫ്റ്റ് സൗത്ത് ആഫ്രിക്ക വിട്ട് പോയി. ഹി വാസ് ചാർജ്ഡ് വിത്ത് ലീവിങ് ദ കൺട്രി വിത്തൗട്ട് എ പെർമിറ്റ് ആൻഡ് ഇൻസൈറ്റിംഗ് വർക്കേഴ്സ് ടു സ്ട്രൈക്ക്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ അന്നത്തെ ഭരണകൂടം അവിടെ ഒരു ചാർജ് ചുമത്തി. അദ്ദേഹം പെർമിഷൻ ഇല്ലാതെയാണ് രാജ്യം വിട്ടു പോയത് എന്നും അവിടുത്തെ തൊഴിലാളികളെ സമരത്തിന് പ്രേരിപ്പിച്ചു എന്നുള്ളൊരു കുറ്റവും ചുമത്തി. ഹി വാസ് കൺവിക്റ്റഡ് ആൻഡ് സെൻറ്റൻസ്ഡ് ടു 5 years ഇംപ്രിസൺമെൻറ്റ്. അങ്ങനെ അദ്ദേഹത്തിന് 5 വർഷത്തെ ജയിൽവാസം അദ്ദേഹത്തിന് കോടതി വിധിച്ചു. വിച്ച് ബിഗാൻ സെർവിങ് അറ്റ് ദ പ്രിറ്റോറിയ ലോക്കൽ പ്രിസൺ. അവിടുത്തെ പ്രിറ്റോറിയയിലെ പ്രിസണിൽ ഇദ്ദേഹം ജയിലായി. ഓൺ 10th May 1994 ഹി വാസ് ഡിക്ലെയർഡ് ആസ് സൗത്ത് ആഫ്രിക്കാസ് ഫസ്റ്റ് ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് പ്രസിഡൻറ്റ്. 1994 മെയ് 10 ഇദ്ദേഹം സൗത്ത് ആഫ്രിക്കയുടെ ആദ്യത്തെ ജനാധിപത്യ രീതിയിൽ എലക്ട് ചെയ്യപ്പെട്ട പ്രസിഡൻ്റായിട്ട് മാറി. True to his promise, Mandela stepped down in 1999. 5 വർഷം കഴിഞ്ഞ് 1999 അദ്ദേഹം പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഇറങ്ങി. ആഫ്റ്റർ 1 term ആസ് പ്രസിഡന്റ്, ഹി കണ്ടിന്യൂഡ് ടു വർക്ക് വിത്ത് നെൽസൺ മണ്ടേലാസ് ചിൽഡ്രൻസ് ഫണ്ട്. ഹി സെറ്റപ്പ് ഇൻ 1995. 1995 ഇദ്ദേഹം സ്ഥാപിച്ച ഒരു ഫണ്ട് ആയിരുന്നു, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫണ്ട്. ആൻഡ് എസ്റ്റാബ്ലിഷ് നെൽസൺ മണ്ടേലാസ് ഫൗണ്ടേഷൻ ആൻഡ് ദ മണ്ടേല റോത്സ് ഫൗണ്ടേഷൻ. നെൽസൺ മണ്ടേല നെവർ വേവേർഡ് ഇൻ ഹിസ് ഡിവോഷൻ ടു ഡെമോക്രസി. ഒരിക്കലും ഡെമോക്രസിക്ക് എതിരായിട്ട് അദ്ദേഹം നിന്നിട്ടില്ല. നെവർ വേവേർഡ് ഇൻ ഹിസ് ഡിവോഷൻ ടു ഡെമോക്രസി. ജനാധിപത്യത്തിന് വേണ്ടി സമർപ്പിച്ച ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഈക്വാലിറ്റി ആൻഡ് ലേണിംഗ്. ഡെസ്പൈറ്റ് ടെറിബിൾ പ്രൊവോക്കേഷൻ, ഹി നെവർ ആൻസേർഡ് റേസിസം വിത്ത് റേസിസം.
ഒരിക്കലും തന്നെ ഡെസ്പൈറ്റ് ടെറിബിൾ പ്രൊവോക്കേഷൻ, അദ്ദേഹത്തിനെതിരായിട്ട് ഒരുപാട് പ്രൊവോക്കേഷൻസ് ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഒരിക്കലും റേസിസത്തിൻ്റെ രീതിയിൽ അദ്ദേഹം ആൻസർ ചെയ്തിട്ടില്ല. റേസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വംശീയ അധിക്ഷേപം, ജനങ്ങളെ അല്ലെങ്കിൽ സമൂഹത്തിന്, മനുഷ്യന്മാരെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുക. ഹിസ് ലൈഫ് ഈസ് ആൻ ഇൻസ്പിറേഷൻ ടു ഓൾ ഓഫ് അസ്. അദ്ദേഹത്തിൻ്റെ ഡിസംബർ 5, 2013 ഇദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ജോഹന്നാസ്ബർഗിലാണ് ഇദ്ദേഹം മരിച്ചത്. ലോങ് വാക്ക് ടു ഫ്രീഡം 1994 ഈസ് ആൻ ഓട്ടോബയോഗ്രഫി ബൈ നെൽസൺ മണ്ടേല. നെൽസൺ മണ്ടേലയുടെ ഓട്ടോബയോഗ്രഫിയാണ് ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് പറയുന്നത്. ദ ബുക്ക് പ്രൊഫൈൽസ് ഹിസ് ഏർലി ലൈഫ്, എഡ്യൂക്കേഷൻ ആൻഡ് 27 years സ്പെൻഡ് ഇൻ പ്രിസൺ. 27 വർഷം ഇദ്ദേഹം ജയിലിൽ താമസിച്ചതടക്കം ഈ ആത്മകഥയിൽ, ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് പറയുന്ന ആത്മകഥയിൽ ഉണ്ട്. അണ്ടർ ദ അപ്പാർത്തീഡ് ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളെ ബ്രിട്ടീഷുകാരുടെ ഇൻഫ്ലുവൻസ് അതിൻ്റെ പുറകിലുണ്ട്. ബ്രിട്ടീഷുകാരുടെ കോളനിയായിരുന്നു സൗത്ത് ആഫ്രിക്ക. നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വേർതിരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മണ്ടേല വാസ് റിഗാർഡഡ് ആസ് എ ടെററിസ്റ്റ് ആൻഡ് ജയിൽഡ് ഓൺ റോബൺ ഐലൻഡ് ഫോർ ഹിസ് റോൾ ആസ് എ ലീഡർ ഓഫ് ദ ദെൻ ഔട്ട്ലോഡ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്. അവിടുത്തെ നിയമത്തിൻ്റെ പരിധിയിലല്ലാതെ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയായിരുന്നു ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്. അതിൻ്റെ ലീഡർ ആയതുകൊണ്ട് മണ്ടേലയെ ഒരു ടെററിസ്റ്റ് ആയിട്ടായിരുന്നു അവിടുത്തെ ഗവൺമെൻറ് അന്ന് കരുതിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ റോബൺ ഐലൻഡിൽ ഏകദേശം 27 വർഷത്തോളം അദ്ദേഹത്തിനെ താമസിപ്പിച്ചു. He later achieved international recognition for his leadership as a president in rebuilding the country's once segregationist society. പാർശ്വവൽക്കരിക്കപ്പെട്ട, വിഭജിക്കപ്പെട്ട സമൂഹത്തിന് കൈപിടിച്ചുയർത്തിക്കൊണ്ട് ഒരു നേതൃപാടവത്വത്തിലേക്ക് എത്തിയ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് പിന്നീട് ഒരുപാട് ലോകത്ത് ആകമാനം അദ്ദേഹത്തിനൊരു പോപ്പുലാരിറ്റി കിട്ടി. ദ ലാസ്റ്റ് ചാപ്റ്റർ ഓഫ് the book autobiography describes his political ascension and his belief that the struggle continued against apartheid in South Africa. Later in his sentence, Mandela met South African President Frederick William de Klerk. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജയിൽവാസത്തിൻ്റെ ഇടയിൽ ഇദ്ദേഹം പോയിട്ട് ആഫ്രിക്കയുടെ പ്രസിഡൻറ്റിനെ കണ്ടു. ഫ്രെഡറിക് വില്യം ഡി ക്ലർക്ക് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു പ്രസിഡൻറ്റ്. ഡി ക്ലർക്ക് എന്നാണ് നമ്മുടെ ചാപ്റ്ററിൽ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത്. ആൻഡ് വാസ് റിലീസ്ഡ് ഫ്രം പ്രിസൺ ഇൻ 1990 ഇദ്ദേഹത്തിന് ജയിലിൽ നിന്ന് മോചിതനാക്കി. ദ ബുക്ക് വോൺ ദ പ്ലാൻ പേറ്റൺ അവാർഡ് ഇൻ 1995 and has been published in many languages. Long Walk to Freedom has been adapted into film titled Mandela Long Walk to Freedom, directed by Justin Chadwick എന്ന് പറയുന്ന ഡയറക്ടർ ചെയ്ത സിനിമയാണ് മണ്ടേല ലോങ് വാക്ക് ടു ഫ്രീഡം. ഇൻ പാർട്ട് 10 section 99 of Long Walk to Freedom, Nelson Mandela reflects on the final years of his imprisonment and resilience required to maintain hope. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വർഷത്തെ ലോങ് വാക്ക് ടു ഫ്രീഡത്തിൽ നമുക്ക് പഠിക്കാനുള്ളതിൽ അവസാനത്തെ വർഷത്തിൽ അദ്ദേഹം എന്തായിരുന്നു ജയിലിൽ ചെയ്തിരുന്നത്, അവസാന വർഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ കൈവിടാതെ സ്വാതന്ത്ര്യം കിട്ടും, ജയിൽ മോചിതനാകും എന്നുള്ള അർത്ഥത്തിൽ, അതാണ് ഇതിൻ്റെ പാർട്ട് 10 സെക്ഷൻ 99 ഇദ്ദേഹം പറയുന്നത്. As he navigates the evolving political landscape of South Africa, Mandela's interactions with prison authorities and fellow inmates highlights his unwavering commitment to his principles and vision for democratic nation. അദ്ദേഹം ആഫ്രിക്ക മുഴുവൻ സ്വാതന്ത്ര്യത്തോടുകൂടി നടക്കുകയും ആ നടന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും ജയിൽ അധികൃതരും ആഫ്രിക്കയിലെ ജനങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ട് ജനാധിപത്യത്തിൻ്റേതായിട്ടുള്ളൊരു മൂല്യം അദ്ദേഹം ഉയർത്തിപ്പിടിക്കുകയും അതിനോടുള്ളൊരു സമർപ്പണം അദ്ദേഹം കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. He draws strength from his personal and political, emphasizing the importance of global support and solidarity in the anti-apartheid struggle. അതായത്
വർണ്ണവിവേചനത്തിനെതിരെ അദ്ദേഹം പോരാടിയതിൻ്റെ ഫലമായിട്ട് ലോകത്താകമാനം തന്നെ അദ്ദേഹത്തിനോട് എല്ലാവരും തന്നെ രാഷ്ട്രീയമായിട്ടും വ്യക്തിപരമായിട്ടും ഒക്കെ അതിനോട് പിന്തുണ അർപ്പിച്ചവരുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സമരത്തിനോട് എന്നാണ് പറയുന്നത്. മണ്ടേലാസ് നരേറ്റീവ് ഇൻ ഹിസ് ചാപ്റ്റർ അണ്ടർസ്കോർസ് തീം ഓഫ് perseverance, leadership, and the complex interplay between personal sacrifices and broader political movement. His experiences during the period exemplify his extraordinary capacity for resilience, ക്ഷമയോടെ കാത്തിരിക്കുക എന്ന് പറയുന്ന ആ ഒരു സംഭവം, ആൻഡ് ഹിസ് സ്റ്റെഡ്ഫാസ്റ്റ് ബിലീഫ് ഇൻ ദ ഇവൻച്വൽ ട്രയംഫ് ഓഫ് ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി, സമത്വവും നീതിയുമൊക്കെ എന്നും ഏതെങ്കിലും ഒരു ദിവസം പുലരും എന്ന് അദ്ദേഹം വിശ്വസിച്ച ആ ഒരു വിശ്വാസത്തിൻ്റെയും കൂടി എക്സ്പീരിയൻസാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. ഈ ടെക്സ്റ്റിൽ പറയുന്നത് ഓൺ ഫെബ്രുവരി 2, 1990 FW de Klerk, അദ്ദേഹം സൗത്ത് ആഫ്രിക്കയുടെ അന്നത്തെ പ്രസിഡൻ്റാണ്, stood before the parliament, സൗത്ത് ആഫ്രിക്കയിലെ പാർലമെൻറ്റിൽ നിന്നുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു, to make traditional opening speech and did something no other South African head of state had ever done. മുൻപ് കഴിഞ്ഞു പോയ ഒരു സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് ചെയ്യാത്തൊരു കാര്യം അദ്ദേഹം ചെയ്തു. ഹി ട്രൂലി ബിഗാൻ ടു ഡിസ്മാൻഡിൽ ദ അപ്പാർത്തൈഡ് സിസ്റ്റം. അദ്ദേഹം പറഞ്ഞു, വർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭരണവ്യവസ്ഥ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഇല്ലാതാക്കാൻ പോവുകയാണ്, ഡിമോളിഷ് ചെയ്യാൻ പോവുകയാണ്, അതിനെ നമ്മൾ ഇല്ലാതാക്കാൻ പോവുകയാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ദാറ്റ് ലേ ദ ഗ്രൗണ്ട് വർക്ക് ഫോർ എ ഡെമോക്രാറ്റിക് സൗത്ത് ആഫ്രിക്ക. അതായിരുന്നു ഒരു ജനാധിപത്യ രീതിയിലുള്ള സൗത്ത് ആഫ്രിക്കയുടെ ആദ്യത്തെ ബേസ് എന്ന് പറയുന്നത്, അടിസ്ഥാനം. അദ്ദേഹത്തിൻ്റെ ഡി ക്ലർക്കിൻ്റെ ഒരു പ്രസംഗമായിരുന്നു. ഇൻ ഡ്രാമാറ്റിക് ഫാഷൻ മിസ്റ്റർ ഡി ക്ലർക്ക് അനൗൺസ്ഡ് ദ ലിഫ്റ്റിംഗ് ഓഫ് ബാൻസ് ഓൺ ദ ANC. അന്ന് നിലവിലുണ്ടായിരുന്ന നിരോധിക്കപ്പെട്ട ഒരു സംഘടനയായിരുന്നു ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്. അതിൻ്റെ മുകളിലുള്ള നിരോധനം എടുത്തു കളഞ്ഞിരിക്കുന്നു. കൂടെ PAC, പാൻ ആഫ്രിക്കൻ കോൺഗ്രസ് എന്നാണ് PACയുടെ ഫുൾ ഫോം. അതും പാൻ ആഫ്രിക്കനിസ്റ്റ് കോൺഗ്രസ് എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ മേലുള്ള നിരോധനവും എടുത്തു കളഞ്ഞിരിക്കുന്നു. ആൻഡ് ഓൾസോ ദ സൗത്ത് ആഫ്രിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആൻഡ് 31 അതർ ഇല്ലീഗൽ ഓർഗനൈസേഷൻ, 31ഓളം നിയമപരമല്ലാത്ത സംഘടനകൾ അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിലൊക്കെ ഈ ഗവൺമെൻറ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ദ ഫ്രീയിങ് ഓഫ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സ്, ഞാൻ പറഞ്ഞു, രാഷ്ട്രീയ തടവുകാരെ എല്ലാവരെയും മോചിപ്പിക്കാൻ പോവുകയാണ്, ഫ്രീ ആക്കാൻ പോവുകയാണ്. ഇൻകാർസിറേറ്റഡ് ഫോർ നോൺ വയലൻറ്റ് ആക്ടിവിറ്റീസ്, ഇവരെല്ലാവരെയും ഇംപ്രിസൺ ചെയ്തിരിക്കുന്നത്. ഇൻകാർസിറേറ്റഡ് ഫോർ മീൻസ് ഇംപ്രിസൺഡ്, ഓക്കെ, രാഷ്ട്രീയ തടവുകാരായിട്ട് വയലൻസോ അക്രമമോ കാണിക്കാതെ തന്നെ ജയിലിൽ പിടിച്ചിട്ടതായിരുന്നു ഇവരെ മുഴുവൻ എന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ ദ സസ്പെൻഷൻ ഓഫ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, അതായത് ചില ആൾക്കാർക്ക് വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ടായിരുന്നു, ആ വധശിക്ഷയൊക്കെ ഇവരുടെ മേലിൽ നിന്ന് ഒഴിവാക്കി. ആൻഡ് ദ ലിഫ്റ്റിംഗ് ഓഫ് വേരിയസ് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് ബൈ ദ സ്റ്റേറ്റ് എമർജൻസി, അടിയന്തരാവസ്ഥയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരുപാട് നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. പത്രസ്വാതന്ത്ര്യം, എഴുത്തിൻ്റെ സംഭവങ്ങൾ, അതൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ തന്നെ ദ ടൈം ഫോർ നെഗോഷിയേഷൻ ഹാസ് അറൈവ്ഡ്. ഡി ക്ലർക്ക് പറഞ്ഞു, നമുക്ക് ഇനി സംസാരിക്കാൻ, നെഗോഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്ലോമസിയുടെ നയതന്ത്ര ചർച്ചക്കാണ് നമ്മൾ നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എ ബ്രീത്ത് ടേക്കിംഗ് മൊമെൻറ്റ്, ഞാൻ പറഞ്ഞൊരു നെടുവീർപ്പെടുന്ന, ഒരു ശ്വാസം വിടുന്ന ഒരു മൊമെൻ്റായിരുന്നു ഇത്. ഫോർ ഇൻ വൺ സ്വീപ്പിംഗ് ആക്ഷൻ ഹി ഹാഡ് വെർച്വലി നോർമലൈസ്ഡ് ദ സിറ്റുവേഷൻ ഇൻ സൗത്ത് ആഫ്രിക്ക. നെൽസൺ മണ്ടേല പറയുകയാണ് ഈ ഓട്ടോബയോഗ്രഫിയിൽ, സൗത്ത് ആഫ്രിക്കയിലെ എല്ലാ കാര്യങ്ങളും ഒരു ചെറിയ മൂവ്മെൻറ്റോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും നോർമലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അവർ വേൾഡ് ഹാഡ് ചേഞ്ച്ഡ് ഓവർ നൈറ്റ്, ആ രാത്രിയോടുകൂടി ഞങ്ങളുടെ ലോകം തന്നെ മാറി. ആഫ്റ്റർ 40 years ഓഫ് പെർസിക്യൂഷൻ, 40 വർഷത്തോളമായിട്ടുള്ള അടിച്ചമർത്തൽ, ആൻഡ് ബാനിഷ്മെൻറ്റ്, അതേപോലെ തന്നെ നാടുകടത്തൽ, നിരോധനം ഏർപ്പെടുത്തൽ. ദ ANC വാസ് നൗ എ ലീഗൽ ഓർഗനൈസേഷൻ. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോൾ ഈ ഒരു പ്രഖ്യാപനത്തോടുകൂടി ഇന്ന് നിയമത്തിൻ്റെ വ്യവസ്ഥയിലുള്ള ഒരു അംഗീകരിക്കപ്പെട്ട ഒരു പാർട്ടിയായിട്ട്, ഒരു സംഘടനയായിട്ട് മാറിയിരിക്കുന്നു. ഐ ആൻഡ് ഓൾ മൈ കോംറേഡ്സ്, ഞാനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെൽസൺ മണ്ടേല, ഐ ആൻഡ് ഓൾ മൈ കോംറേഡ്സ് കുഡ് നോ ലോങ്ങർ ബി അറസ്റ്റഡ് ഫോർ ബീയിങ് എ മെമ്പർ ഓഫ് ദ ANC.
ഞങ്ങൾ ANC ഒരു മെമ്പർ ആയതുകൊണ്ട് ഇനി പോലീസ് ഞങ്ങളെ അറസ്റ്റ് ചെയ്യുകയില്ല. കാരണം ANC മെമ്പർ ആയതുകൊണ്ട് ഇവരെല്ലാവരെയും മുൻപ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫോർ ക്യാരിയിങ് ഇറ്റ്സ് ഗ്രീൻ യെല്ലോ ആൻഡ് ബ്ലാക്ക് ബാനർ, അതിൻ്റെ ബാനർ പിടിച്ചത് കൊണ്ടോ അതിൻ്റെ കൊടി പിടിച്ചത് കൊണ്ടോ ഇനി അവർ നമ്മളെ അറസ്റ്റ് ചെയ്യുകയില്ല. ഫോർ സ്പീക്കിംഗ് ഇറ്റ്സ് നെയിം ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഓൾമോസ്റ്റ് 30 years മൈ പിക്ചർ ആൻഡ് മൈ വേർഡ്സ് ആൻഡ് ദോസ് ഓഫ് ഓൾ മൈ ബാൻഡ് കോംറേഡ്സ്, എൻ്റെ പിക്ചറോ എൻ്റെ വാക്കുകളൊക്കെ പറഞ്ഞതിനൊക്കെ തന്നെ എൻ്റെ സഹപ്രവർത്തകർ ബാൻ ചെയ്യപ്പെടുകയോ അതല്ലെങ്കിൽ അവരെ ജയിലിൽ അടക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കുഡ് ഫ്രീലി അപ്പിയർ ഇൻ സൗത്ത് ആഫ്രിക്കൻ ന്യൂസ് പേപ്പർ. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരുടെ ലീഡേഴ്സിൻ്റെ പേരും ബാനറും എല്ലാം തന്നെ ഇനി പത്രത്തിൽ അടിച്ചു വരുന്നതിന് യാതൊരുവിധ പ്രശ്നവുമില്ല. അതിൻ്റെ മുകളിലെ എല്ലാ ബാനിഷ്മെൻറ്റും ലിഫ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ദ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി അപ്ലോഡ് ഡി ക്ലർക്സ് ബോൾഡ് ആക്ഷൻസ്. ലോകത്തുള്ള എല്ലാ സമൂഹവും, ലോകം മുഴുവൻ തന്നെ ഡി ക്ലർക്കിൻ്റെ ഈ ഒരു ധീരമായ തീരുമാനത്തിന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. അമിഡ്സ് ഓൾ ദ ഗുഡ് ന്യൂസ് ഹവെവർ ദ ANC ഒബ്ജക്റ്റഡ് ടു ദ ഫാക്ട് ദാറ്റ് മിസ്റ്റർ ഡി ക്ലർക്ക് ഹാഡ് നോട്ട് കംപ്ലീറ്റ്ലി ലിഫ്റ്റഡ് ദ സ്റ്റേറ്റ് എമർജൻസി. പക്ഷേ ANC അപ്പോഴും പറഞ്ഞു മിസ്റ്റർ ഡി ക്ലർക്ക് എന്ത് ചെയ്തിട്ടില്ല, സ്റ്റേറ്റ് എമർജൻസി അടിയന്തരാവസ്ഥയുടെ മുഴുവൻ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസും എടുത്തു കളഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഓർ ഓർഡേർഡ് ദ ട്രൂപ്സ് ഔട്ട് ഓഫ് ദ ടൗൺഷിപ്പ്, ടൗണുകളിൽ നിന്ന് ട്രൂപ്പിനെ, പോലീസിനെയും പട്ടാളക്കാരെയും പിൻവലിക്കാനൊന്നും നമ്മുടെ സ്റ്റേറ്റ് എമർജൻസിയുടെ ഭാഗമായിട്ട് ഡി ക്ലർക്ക് സന്നദ്ധനായിട്ടില്ല എന്നുള്ളൊരു ആരോപണവും നമ്മുടെ ANC മുന്നോട്ട് വെച്ചു. ഓൺ February 9, 7 days ആഫ്റ്റർ ഡി ക്ലോക്ക് സ്പീച്ച്, ഡി ക്ലോക്ക് ഈ പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗത്തിന് 7 ദിവസങ്ങൾക്ക് ശേഷം നെൽസൺ മണ്ടേലയോട് പറഞ്ഞു, ഐ വാസ് ഇൻഫോംഡ് ദാറ്റ് ഐ വാസ് അഗെയിൻ ഗോയിങ് ടു തുഹിയാസിലോട്ട് പോവുകയാണ് എന്ന് ഇദ്ദേഹത്തിനോട് പറഞ്ഞു. ഐ അറൈവ്ഡ് അറ്റ് 6 o'clock ഇൻ ദ ഈവനിങ്, വൈകുന്നേരം ഈ തുഹിയാസിലെത്തി. ഐ മെറ്റ് എ സ്മൈലിംഗ് മിസ്റ്റർ ഡി ക്ലോക്ക്, ഡി ക്ലർക്കിനെ കണ്ടു. ഇൻ ഹിസ് ഓഫീസ് ആൻഡ് ഹി ഷുക്ക് ഹാൻഡ്സ്, പരസ്പരം കൈ കൊടുത്തു. ഹി ഇൻഫോംഡ് മീ ദാറ്റ് ഓൾദോ ദ പ്രസ് ഇൻ സൗത്ത് ആഫ്രിക്ക ആൻഡ് അറൗണ്ട് ദ വേൾഡ് ഹാഡ് ബീൻ സ്പെക്കുലേറ്റിംഗ് ഫോർ വീക്സ് ദാറ്റ് മൈ റിലീസ് വാസ് ഇമ്മിനൻറ്റ്. ലോകത്തുള്ള എല്ലാ മാധ്യമങ്ങളും സൗത്ത് ആഫ്രിക്കയിലെ പത്രങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട് നമ്മുടെ നെൽസൺ മണ്ടേലയെ ഇപ്പം അടുത്ത് തന്നെ ഉടൻ മോചിപ്പിക്കും, ഇമ്മിനൻറ്റ്. മിസ്റ്റർ ഡി ക്ലർക്സ് അനൗൺസ്മെൻറ്റ് നെവർത്തിലെസ് കെയിം എ സർപ്രൈസ് ടു മീ. അതുകൊണ്ട് തന്നെ ഡി കോക്ക് എന്നോട് പറഞ്ഞു നിങ്ങളെ മോചിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു ആശ്ചര്യമോ ഒരു സർപ്രൈസോ ഒന്നും എനിക്ക് തോന്നിയില്ല എന്നാണ് നെൽസൺ മണ്ടേല പറയുന്നത്. ബിക്കോസ് നെൽസൺ മണ്ടേല ജയിലിൽ ഇരുന്നു കൊണ്ട് ഈ പത്രം വായിച്ചപ്പോൾ പത്രത്തിൽ വന്ന ന്യൂസുകൾ അദ്ദേഹം കണ്ടിട്ടുണ്ട്. ഐ ഹാഡ് നോട്ട് ബീൻ ടോൾഡ് ദാറ്റ് ദ റീസൺ മിസ്റ്റർ ഡി ക്ലർക്ക് വാണ്ടഡ് ടു സീ me was to tell me that he was making me a free man. അതുകൊണ്ട് തന്നെ I had not been told that the reason Mr. de Klerk wanted to see me was tell me that he was making me a free man. എന്തുകൊണ്ടാണ് എന്നെ മോചിപ്പിക്കുന്നത് എന്നുള്ള കാര്യം, അതിൻ്റെ റീസൺ ഒന്നും അദ്ദേഹം ഐ ഹാഡ് നോട്ട് ബീൻ ടോൾഡ് എന്നോട് പറയേണ്ടത് ആയിട്ട് അദ്ദേഹത്തിന് വന്നില്ല, എനിക്കറിയാമായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് നമ്മുടെ നെൽസൺ മണ്ടേലയോട് പറയുന്നത്. ഐ ഫെൽറ്റ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ മൈ ബ്ലഡ് ആൻഡ് മൈ ബ്രെയിൻ. ഐ ഡീപ്ലി വാണ്ടഡ് ടു ലീവ് പ്രിസൺ ആസ് സൂൺ ആസ് ഐ കുഡ്. അദ്ദേഹം പറയാണ് എനിക്ക് എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുമെങ്കിൽ, ബട്ട് ടു ഡു സോ ഓൺ സച്ച് എ നോട്ടീസ് വുഡ് നോട്ട് ബി വൈസ്. അദ്ദേഹം പറയൂ, ജയിലിൽ അടക്കപ്പെട്ട് കിടക്കുന്ന സമയത്ത് ഏതൊരാളും പെട്ടെന്ന് പുറത്തിറങ്ങണം എന്നുള്ള അർത്ഥത്തിലാണ് ചിന്തിക്കുക. പക്ഷേ ഈ ഒരു പെട്ടെന്നുണ്ടായ ഈ തീരുമാനത്തിൽ ഇദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ ഉള്ള ഒരു വൈമുഖ്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ സംഘടനയെ അറിയിക്കണം, കുടുംബങ്ങളെ അറിയിക്കണം, ഇദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെ അറിയിക്കണം. അതുകൊണ്ടൊക്കെ തന്നെ ഇദ്ദേഹത്തിന് അതിലൊരു ചെറിയ ഒരു വിഷമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ബട്ട് ഡു ഓൺ സച്ച് എ ഷോർട്ട് നോട്ടീസ്, പെട്ടെന്ന് തന്നെ വുഡ് നോട്ട് ബി വൈസ്. അതൊരു നല്ല കാര്യമല്ല, അതൊരു ബുദ്ധിപരമായിട്ടുള്ള തീരുമാനമല്ല പെട്ടെന്ന് റിലീസ് ചെയ്യുക എന്നുള്ളത്. ബിക്കോസ് ഐ താങ്ക്ഡ് മിസ്റ്റർ ഡി ക്ലർക്ക് ആൻഡ് ദെൻ സെഡ് ദാറ്റ് ദ റിസ്ക് ഓഫ് അപ്പിയറിംഗ് അൺഗ്രേറ്റ്ഫുൾ ഐ വുഡ് പ്രിഫർ ടു ഹാവ് എ വീക്സ് നോട്ടീസ്. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളോടൊരു ക്ഷമ ചോദിച്ചുകൊണ്ട് പറയുകയാണ്, അൺഗ്രേറ്റ്ഫുൾ, നന്ദികേട് കാണിക്കുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരാഴ്ചത്തെ സമയം വേണം ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ. ഇൻ ഓർഡർ
that my family and my organization could be prepared for my release. എന്നെ ജയിലിൽ നിന്ന് മോചിതനാക്കുന്നതിന് എൻ്റെ സംഘടനക്കും എൻ്റെ കുടുംബങ്ങൾക്കും എൻ്റെ സഹപ്രവർത്തകർക്കൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരാഴ്ചത്തെ സമയം വേണമെന്ന് ഇദ്ദേഹം പറയാണ്. എന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ജയിലിൽ നിന്ന് മോചിപ്പിച്ചാൽ മതി. സിംപ്ലി ടു വാക്ക് ഔട്ട് ഓഫ് ടുമോറോ ഐ സെഡ് വുഡ് കോസ് കയോസ്. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ നാളെ രാവിലെ തന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുക എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയിൽ ആകമാനം ജനങ്ങൾ ഇളകി കയോസിലോട്ട് വരും എന്നാണ് പറയുന്നത്. അതൊരു കയോട്ടിക് സിറ്റുവേഷൻ, ചിലപ്പോൾ കലാപങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ള അർത്ഥത്തിൽ. ഐ ആസ്ക്ഡ് മിസ്റ്റർ ഡി ക്ലർക്ക് ടു റിലീസ് മീ എ വീക്ക് ഫ്രം ദാറ്റ് ഡേ. ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നെ റിലീസ് ചെയ്താൽ മതി. അന്ന് കണ്ടുമുട്ടിയതിന് ശേഷം ആഫ്റ്റർ 1 week. ആഫ്റ്റർ വെയിറ്റിംഗ് 27 years ഐ കുഡ് സെർട്ടൻലി വെയിറ്റ് അനദർ 7 days. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് 27 വർഷം ഞാൻ ജയിലിലായിരുന്നു, അതുകൊണ്ട് ഒരു 7 ദിവസം കൂടി എനിക്ക് കാത്തിരിക്കുന്നതിന് പ്രശ്നമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഐ വിൽ വെയിറ്റ് ഫോർ 7 days. ഡി ക്ലർക്ക് വാസ് ടേക്കൺ എബാക്ക് ബൈ മൈ റെസ്പോൺസ്. ഞാൻ പറഞ്ഞത് കേട്ടുകൊണ്ട് ഡി ക്ലർക്ക് പെട്ടെന്ന് അദ്ദേഹം ഒന്ന് ചിന്തിച്ചിരുന്നു, എബാക്ക്. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് റിപ്ലൈയിങ് ഹി കണ്ടിന്യൂഡ് ടു റിലേറ്റ് ദ പ്ലാൻ ഫോർ മൈ റിലീസ്. പക്ഷേ അതിന് മറുപടി പറയുന്നതിന് പകരമായിട്ട് ഡി ക്ലർക്ക് എന്നോട് നിങ്ങൾ എങ്ങനെയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഹി സെഡ് ദാറ്റ് ദ ഗവൺമെൻറ് വുഡ് ഫ്ലൈ മീ ടു ജോഹന്നാസ്ബർഗ്. ജയിലിൽ നിന്ന് നെൽസൺ മണ്ടേല താങ്കളെ ജോഹന്നാസ്ബർഗിലോട്ട് ഫ്ലൈറ്റിൽ കൊണ്ടുവരും. ആൻഡ് ഒഫീഷ്യലി റിലീസ് മീ ദർ ഇൻ ജോഹന്നാസ്ബർഗ്. സൗത്ത് ആഫ്രിക്കയുടെ തലസ്ഥാനമാണ് ജോഹന്നാസ്ബർഗ്. ജോഹന്നാസ്ബർഗിൽ നിങ്ങൾ അവിടെ നിന്നാണ് റിലീസ് ചെയ്യുന്നത് എന്നുള്ള പ്ലാനാണ് ഡി ക്ലർക്ക് പറഞ്ഞത്. ബിഫോർ ഹി വെൻറ്റ് എനി ഫർദർ ഐ ടോൾ ഹിം ദാറ്റ് ഐ സ്ട്രോങ്ലി ഒബ്ജക്റ്റ് ടു ദാറ്റ്. അദ്ദേഹം പറയുന്നത് ഇനി കൂടുതൽ പറയേണ്ട കാര്യമില്ല. നെൽസൺ മണ്ടേല പറയാണ്, ഞാൻ അതിനെ എതിർക്കുന്നു, നിങ്ങളുടെ ഈ പ്ലാനിനെ എതിർക്കുന്നു. എന്നെ ജോഹന്നാസ്ബർഗിൽ എന്നെ ഒരിക്കലും ഫ്ലൈറ്റിൽ കൊണ്ടുപോയിട്ട് റിലീസ് ചെയ്യേണ്ട, അതിനെ ഞാൻ എതിർക്കുന്നു എന്ന് പറഞ്ഞു. ഐ വാണ്ടഡ് ടു വാക്ക് ഔട്ട് ഓഫ് ദ ഗേറ്റ്സ് ഓഫ് വിക്ടർ വെസ്റ്റർ. വിക്ടർ വെസ്റ്റർ എന്ന് പറയുന്ന ജയിലിൻ്റെ ഗേറ്റ് കടന്നുകൊണ്ട്, അതിൻ്റെ ഈ ജയിലിൽ നിന്ന് എനിക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങണം, ജയിലിൻ്റെ വാതിൽ തുറന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങണം, ഒരു ഹീറോയിക്കായിട്ട് ഇറങ്ങണം എന്നുള്ള അർത്ഥത്തിലാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ആൻഡ് ബി ഏബിൾ ടു താങ്ക് ദോസ് ഹു ലുക്ക്ഡ് ആഫ്റ്റർ മീ ആൻഡ് ഗ്രീറ്റ് ദ പീപ്പിൾ ഓഫ് കേപ്പ് ടൗൺ. കേപ്പ് ടൗണിലാണ് ഈ ഒരു വിക്ടർ വെസ്റ്റർ എന്ന് പറയുന്ന ഈ ജയിലുള്ളത്. അവിടുത്തെ ജനങ്ങളെ എനിക്ക് ഗ്രീറ്റ് ചെയ്യണം, എന്നെ സഹായിച്ചവരെ എനിക്ക് ഗ്രീറ്റ് ചെയ്യണം, അവരോട് നന്ദി പറയണം എന്നൊക്കെയാണ് നെൽസൺ മണ്ടേല പറയുന്നത്. ദോ ഐ വാസ് ഫ്രം ജോഹന്നാസ്ബർഗ്, കേപ്പ് ടൗൺ ഹാഡ് ബീൻ മൈ ഹോം ഫോർ നിയർലി 3 decades. ഞാൻ ജോഹന്നാസ്ബർഗുകാരനാണ്, പക്ഷേ ഏകദേശം 30 വർഷത്തോളമായി കേപ്പ് ടൗൺ എന്ന് പറയുന്ന ഈ സ്ഥലത്താണ് ഞാൻ ജീവിക്കുന്നത്, അതായത് പ്രിസണിലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെയുമായിട്ടൊരു അഭേദ്യമായ ബന്ധമുണ്ട്. ഐ വുഡ് മേക്ക് മൈ വേ ബാക്ക് ടു ജോഹന്നാസ്ബർഗ് ബട്ട് വെൻ ഐ ചൂസ് ടു, നോട്ട് വെൻ ദ ഗവൺമെൻറ് വാണ്ടഡ് മീ ടു. എനിക്ക് ജോഹന്നാസ്ബർഗിലോട്ട് തിരിച്ചു പോകണം, പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ തീരുമാനിക്കുന്നത് പോലെയല്ല, അതായത് ഗവൺമെൻറ് തീരുമാനിക്കുന്നത് പോലെ, നിങ്ങൾ പറയും പോലെ അല്ല എനിക്ക് പോകാനുള്ള താല്പര്യം. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് ജോഹന്നാസ്ബർഗിൽ പോകണം. അത് ഞാൻ ഈ ജയിലിൽ നിന്ന് പുറത്ത് ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടുത്തെ ജനങ്ങളെയൊക്കെ കണ്ടതിന് ശേഷം, വൺസ് ഐ ആം ഫ്രീ ഐ സെഡ് ഐ വിൽ ലുക്ക് ആഫ്റ്റർ മൈസെൽഫ്. എന്നെ നിങ്ങൾ ഒരിക്കൽ ഫ്രീ ആക്കി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളും, പിന്നീട് നിങ്ങൾ എന്നെ നോക്കേണ്ട കാര്യമില്ല എന്ന് ഡി ക്ലർക്കിനോട് പറഞ്ഞു. ഡി ക്ലർക്ക് വാസ് എഗെയിൻ നോൺ പ്ലൂസ്ഡ്. അപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ഒരു കൺഫ്യൂഷൻ വന്നു ഡി ക്ലർക്ക്. ആൻഡ് ബട്ട് ദിസ് ടൈം മൈ ഒബ്ജെക്ഷൻസ് കോസ്റ്റ് എ റിയാക്ഷൻ. അപ്പോൾ ഞാൻ എതിർത്ത് പറഞ്ഞതിനെ ഒരു റിയാക്ഷനായിട്ട് പറഞ്ഞു. ഹി എക്സ്ക്യൂസ്ഡ് ഹിംസെൽഫ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആൻഡ് ലെഫ്റ്റ് ഹിസ് ഓഫീസ് ടു കൺസൾട്ട് വിത്ത് അതേഴ്സ്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് മറ്റുള്ളവരെ കാണാൻ വേണ്ടി നമ്മുടെ ഡി ക്ലർക്ക് പോയിട്ട് അദ്ദേഹത്തിനോട് ബാക്കിയുള്ള ഡി ക്ലർക്കിൻ്റെ ഓഫീസിലുള്ള വ്യക്തികളോട് സംസാരിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ആഫ്റ്റർ 10 minutes ഹി റിട്ടേൺഡ്. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡി ക്ലർക്ക് തിരിച്ചു വന്നു. നെൽസൺ മണ്ടേല പറഞ്ഞല്ലോ, എന്നെ ഇവിടെ തന്നെ റിലീസ് ചെയ്യണം, എന്നെ കേപ്പ് ടൗണിലെ ഈ ജയിലിന് മുൻപിൽ വിക്ടർ വെസ്റ്റർ ജയിലിന് മുൻപിൽ തന്നെ റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞതിന് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ഡി ക്ലർക്ക് സഹപ്രവർത്തകരോട് സംസാരിക്കാൻ വേണ്ടി പോയതാണ്. വിത്ത് എ റാദർ ലോങ് ഫേസ് ആൻഡ് സെറ്റ്. അങ്ങനെ അവിടെ വന്ന് പറഞ്ഞു, മിസ്റ്റർ മണ്ടേല, ഇറ്റ് ഈസ് ടു ലേറ്റ് ടു ചേഞ്ച് ദ പ്ലാൻ നൗ. മണ്ടേല, എനിക്ക് കാര്യങ്ങൾ മാറ്റാൻ കഴിയില്ല, കാരണം ഞങ്ങളൊരു ഓൾറെഡി ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്ത് വെച്ചിട്ടുണ്ട്. ഐ റിപ്ലൈഡ് ദാറ്റ് ദ പ്ലാൻ വാസ് അൺആക്സെപ്റ്റബിൾ. പക്ഷേ നിങ്ങളുടെ പ്ലാൻ എനിക്ക് സ്വീകാര്യമല്ല എന്ന് നെൽസൺ മണ്ടേല പറയുന്നു. ആൻഡ് ദാറ്റ് വാണ്ടഡ് ടു ബി റിലീസ്ഡ് എ വീക്ക് ഹെൻസ്. ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് തന്നെ റിലീസ് ചെയ്താൽ മതി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആൻഡ് വിക്ടർ വെസ്റ്റർ നോട്ട് ജോഹന്നാസ്ബർഗ്, എന്നെ
എവിടെയാണ് റിലീസ് ചെയ്യേണ്ടത്? അറ്റ് വിക്ടർ വെസ്റ്റർ, നോട്ട് ഇൻ ജോഹന്നാസ്ബർഗ്. ഇറ്റ് വാസ് എ ടെൻസ് മൊമെൻറ്റ് ആൻഡ് അറ്റ് ദ ടൈം നീദർ ഓഫ് അസ് സോ എനി ഐറണി ഇൻ എ പ്രിസണർ ആസ്കിങ് നോട്ട് ടു ബി റിലീസ്ഡ് ആൻഡ് ഹിസ് ജയിലർ അറ്റംപ്റ്റിംഗ് ടു റിലീസ് ഹിം. അപ്പം അദ്ദേഹം പറയാണ്, ആ മൊമെൻറ്റ് വരെ എനിക്ക് ഒരു ടെൻസ് മൊമെൻ്റ് ആയിരുന്നു അത്. അറ്റ് ദ ടൈം നീദർ ഓഫ് അസ്സോ, ഞങ്ങൾ രണ്ടുപേരും തന്നെ ഒരു വിരോധാഭാസവും കണ്ടില്ല. ഇൻ എ പ്രിസണർ ആസ്കിങ് നോട്ട് ടു ബി റിലീസ്ഡ്, അല്ലേ? ഒരു ജയിൽ പുള്ളി എന്നെ റിലീസ് ചെയ്യണ്ട എന്ന് പറയുന്നതിലുള്ള ആശ്ചര്യം, അല്ലേ? അങ്ങനെ ചെയ്യണ്ട എന്നല്ല പറയും, ചെയ്യണം എന്നാണ് പറയുക, അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ചെയ്യണ്ട എന്ന് പറയുന്നത്? ചെയ്യണ്ട എന്ന് പറയുന്നത് ഇദ്ദേഹത്തിനൊരു ഹീറോയ്ക്ക്, ഒരു നാഷണൽ ലീഡർ എന്നുള്ള നിലയ്ക്ക് ഒരു ഹീറോയ്ക്കായിട്ട് എല്ലാവരെയും കാണാനും സംസാരിക്കാനൊക്കെ വന്നുകൊണ്ട് ജയിലിൽ നിന്ന് നേരിട്ട് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഹിസ് ജയിലർ, ഇദ്ദേഹത്തിൻ്റെ ജയിൽ ആക്കിയ ഉദ്യോഗസ്ഥൻ അറ്റംപ്റ്റിംഗ് ടു റിലീസ് ഹിം, അദ്ദേഹത്തിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പം അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നുകയാണ്, ഇതിൻ്റെ ഇടയിലുള്ളൊരു വിരോധാഭാസം. രണ്ടുപേർക്കും വിരോധാഭാസമായിട്ട് അത് തോന്നുന്നില്ല. കാരണം ഇദ്ദേഹത്തിന് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി എന്നുള്ള അർത്ഥത്തിലാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, ദെൻ ഡി ക്ലർക്ക് അഗെയിൻ എക്സ്ക്യൂസ്ഡ് ഹിംസെൽഫ് ആൻഡ് ലെഫ്റ്റ് ദ റൂം. അങ്ങനെ റൂമിൽ നിന്ന് പുറത്ത് പോയി. ആഫ്റ്റർ 10 minutes ഹീ റിട്ടേൺഡ് വിത്ത് എ കോംപ്രമൈസ്. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്നു. യെസ്, ഐ കുഡ് ബി റിലീസ്ഡ് അറ്റ് വിക്ടർ വെസ്റ്റർ. നെൽസൺ മണ്ടേലയോട് പറയുകയാണ്, നിങ്ങളെ നാളെ വിക്ടർ വെസ്റ്റർ ഈ പ്രിസണിന് മുമ്പ് തന്നെ നിങ്ങളെ റിലീസ് ചെയ്യാം. ബട്ട് നോ, ദ റിലീസ് കുഡ് നോട്ട് ബി പോസ്റ്റ്പോൺ. പക്ഷേ ഒരാഴ്ചത്തേക്ക് നീട്ടിവെക്കാൻ കഴിയില്ല. നാളെ തന്നെ റിലീസ് ചെയ്യുക, പക്ഷേ ജയിലിന് മുൻപിലാണ് നിങ്ങൾ റിലീസ് ചെയ്യുന്നത് എന്നുള്ളൊരു കോംപ്രമൈസിൽ നെൽസൺ മണ്ടേലയും രണ്ടുപേരും എത്തുകയാണ്. ദ ഗവൺമെൻറ് ഹാഡ് ഓൾറെഡി ഇൻഫോംഡ് ദ ഫോറിൻ പ്രസ് ദാറ്റ് ഐ വാസ് ടു ബി സെറ്റ് ഫ്രീ ടുമോറോ. ഗവൺമെൻറ് ലോകത്തുള്ള എല്ലാ പത്രമാധ്യമങ്ങളെയും അറിയിച്ചിട്ടുണ്ട്, നാളെ തന്നെ നെൽസൺ മണ്ടേലയെ എന്ത് ചെയ്യും? ഫ്രീ ആക്കും, ജയിൽ മോചിതനാക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫെൽറ്റ് ദേ കുഡ് നോട്ട് റെനേജ് ഓൺ ദ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, സൗത്ത് ആഫ്രിക്കയിലെ ഇനി ഗവൺമെൻറ്റിന് ഞങ്ങൾക്ക് പറഞ്ഞ വാക്ക് മാറ്റാൻ കഴിയില്ല. റെനേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് എ പ്രോമിസ് എന്നുള്ള മീനിങ് ആണ്. പറഞ്ഞിരിക്കുന്ന പ്രസ്താവന ഇനി തിരുത്താൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളെ നാളെ തന്നെ റിലീസ് ചെയ്യും, പക്ഷെ അത് വിക്ടർ വെസ്റ്റർ ജയിലിന് മുൻപിൽ റിലീസ് ചെയ്യാമെന്ന് ഇദ്ദേഹം സമ്മതിക്കുന്നു. രണ്ടുപേരും, ഡി ക്ലർക്കും നെൽസൺ മണ്ടേലയും തമ്മിലൊരു അഗ്രിമെൻറ്റിൽ എത്തുന്നു. I felt I could not argue with that. In the end, we agreed on the compromise. അങ്ങനെ രണ്ടുപേരും പരസ്പരം സമ്മതിച്ചു. മിസ്റ്റർ ഡി ക്ലർക്ക് poured a tumbler of whiskey for each of us to drink in celebration. അങ്ങനെ ഈ ഒരു സെലിബ്രേഷൻ ആഘോഷിക്കാൻ വേണ്ടി മിസ്റ്റർ ഡി ക്ലർക്ക് പ്രസിഡൻറ്റ് ഒരു ടംബ്ലറിൽ കുറച്ച് വിസ്കി ഒഴിച്ചു. ഐ റൈസ്ഡ് ദ ഗ്ലാസ് ഇൻ എ ടോസ്റ്റ്. അദ്ദേഹം ഈ ഗ്ലാസ് ഒന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് പൊക്കി നമ്മുടെ നെൽസൺ മണ്ടേല. പക്ഷെ കുടിച്ചില്ല. ബട്ട് ഓൺലി പ്രിറ്റൻഡ് ടു ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഗ്ലാസ് ഇങ്ങനെ വെച്ചു, പക്ഷേ കുടിച്ചില്ല. സച്ച് എ സ്പിരിറ്റ്സ് ആർ ടു സ്ട്രോങ് ഫോർ മീ. അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം ഒരു കോളനൈസർ തന്ന മദ്യം എനിക്ക് വേണ്ട എന്നുള്ള അർത്ഥത്തിലും ജനാധിപത്യത്തിലും സാഹോദര്യത്തിലൊക്കെ വിശ്വസിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഈ മദ്യം കഴിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അവിടെ നിന്ന് അഭിനയിച്ച് കാണിച്ചു. ഐ ഡിഡ് നോട്ട് ഗെറ്റ് ബാക്ക് ടു മൈ കോട്ടേജ് അൺടിൽ ഷോർട്ട്ലി ബിഫോർ മിഡ് നൈറ്റ്. അങ്ങനെ അന്ന് രാത്രിയിൽ മിഡ് നൈറ്റ് ആയിട്ടും ഇദ്ദേഹത്തിൻ്റെ കോട്ടേജിലോട്ട് ഇദ്ദേഹം പോയില്ല. ഐ ഡിഡ് നോട്ട് ഗെറ്റ് ബാക്ക് ടു മൈ കോട്ടേജ് വെയർ അപ്പോൺ ഐ ഇമ്മീഡിയറ്റ്ലി സെൻഡ് വേർഡ് ടു മൈ കൊളീഗ്സ് ഇൻ കേപ്പ് ടൗൺ. അങ്ങനെ കേപ്പ് ടൗണിലുള്ള ഇദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്ക് പെട്ടെന്ന് മെസ്സേജ് അയച്ചു ദാറ്റ് ഐ വാസ് ടു ബി റിലീസ്ഡ് ദ ഫോളോയിങ് ഡേ. നാളെ രാവിലെ തന്നെ എന്നെ റിലീസ് ചെയ്യും, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇവിടേക്ക് വരണം എന്നുള്ള അർത്ഥത്തിൽ. ഐ മാനേജ് ടു ഗെറ്റ് എ മെസ്സേജ് ടു വിന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് കേട്ടോ. ആൻഡ് ഐ ടെലഫോൺഡ് വാൾട്ടർ ഇൻ ജോഹന്നാസ്ബർഗ്. വാൾട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൾട്ടർ മാക്സ് ഉലായത്ത് സിസുലു എന്നാണ്. വാസ് എ സൗത്ത് ആഫ്രിക്കൻ ആൻറ്റി അപ്പാർത്തൈഡ് ആക്ടിവിസ്റ്റ് മെമ്പർ ഓഫ് ദ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്. 216 പേജിലുണ്ട്. വിന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾസോ നോൺ ആസ് വിന്നി മണ്ടേല വാസ് സൗത്ത് ആഫ്രിക്കൻ ആൻറ്റി അപ്പാർത്തൈഡ് ആക്ടിവിസ്റ്റ് ആൻഡ് ദ സെക്കൻഡ് വൈഫ് ഓഫ് നെൽസൺ മണ്ടേല. അവർ രണ്ടുപേരെയും വിളിച്ചിട്ട് പറഞ്ഞു ദേ വുഡ് ഓൾ ഫ്ലൈ ഇൻ ഓൺ എ ചാർട്ടേഡ് പ്ലെയിൻ. ഒരു നേരത്തെ തയ്യാറാക്കിയ ഒരു പ്ലെയിനിൽ ഞങ്ങൾ ഒരുമിച്ച് വരാം. ദ നെക്സ്റ്റ് ഡേ ദാറ്റ് ഈവനിങ് എ നമ്പർ ഓഫ് ANC പീപ്പിൾ ഓൺ വാട്ട് വാസ് നോൺ ആസ് ദ നാഷണൽ റിസപ്ഷൻ കമ്മിറ്റി. ANCയിലെ കുറച്ച് ആൾക്കാർ കൂടി ചേർന്നിട്ട് ഒരു നാഷണൽ റിസപ്ഷൻ കമ്മിറ്റി, നെൽസൺ മണ്ടേലയെ സ്വീകരിക്കാൻ വേണ്ടി ഒരു സ്വീകരണ കമ്മിറ്റി ഉണ്ടാക്കി. കെയിം ടു ദ കോട്ടേജ്
ടു ഡ്രാഫ്റ്റ് എ സ്റ്റേറ്റ്മെൻറ്റ്, ഇവരൊരു എന്താണ് പ്രസ്താവന അല്ലെങ്കിൽ ഒരു പ്രസംഗം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് താമസിക്കുന്ന സ്ഥലത്തേക്ക് വന്നു. ദാറ്റ് ഐ വുഡ് മേക്ക് ദ ഫോളോയിങ് ഡേ, അവിടുത്തെ ജനങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പത്രങ്ങൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പ്രസംഗം അവിടെ നടത്തും. ഈ പ്രസംഗം തയ്യാറാക്കാൻ വേണ്ടി നാഷണൽ റിസപ്ഷൻ കമ്മിറ്റിയിലുള്ള ആൾക്കാർ ഇദ്ദേഹത്തിൻ്റെ കോട്ടേജിലോട്ട് വന്നുകൊണ്ട് ഒരു പ്രസംഗം തയ്യാറാക്കി. ദ ലെഫ്റ്റ് ഇൻ ദ ഏർലി അവേഴ്സ്, അങ്ങനെ രാവിലെ ആവുന്നതിന് മുൻപ് തന്നെ ഈ വന്ന ആൾക്കാരൊക്കെ പോയി. അവേഴ്സ് ഓഫ് ദ മോർണിംഗ് ആൻഡ് ഡെസ്പൈറ്റ് മൈ എക്സൈറ്റ്മെൻറ്റ് ഐ ഹാഡ് നോ ട്രബിൾ ഫാളിങ് അസ്ലീപ്, എനിക്ക് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും തോന്നിയില്ല. ഡെസ്പൈറ്റ് മൈ എക്സൈറ്റ്മെൻറ്റ് ഐ ഹാഡ് നോ ട്രബിൾ ഫാളിങ് അസ്ലീപ്പ്, എനിക്ക് ഉറങ്ങാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം, അതായത് ഈ റിലീസ് ചിന്തിച്ചുകൊണ്ട് ഉറക്കം വരില്ല അല്ലേ. അപ്പോൾ ഈ ഉറക്കം വരാത്ത സംഭവം ഇദ്ദേഹം എന്ത് ചെയ്ത്, എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയൊന്നും വന്നില്ല, ഞാൻ ഉറങ്ങി, നന്നായിട്ടുറങ്ങി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഐ ഹാഡ് നോ ട്രബിൾ ഫാളിങ് എസ്ലീപ്പ്, ഉറങ്ങാൻ വേണ്ടി എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ ഇവിടെയാണ് ആ ഉറക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പറയുന്നത്. ഗ്ലോസറിയിൽ വാട്ട് ഈസ് അപ്പാർത്തീഡ് എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പാർത്തീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സിസ്റ്റം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് റേഷ്യൽ സെഗ്രഗേഷൻ, നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ, മനുഷ്യന്മാരെ രണ്ടാക്കിയിട്ട് തിരിക്കുക. ദാറ്റ് എക്സൈറ്റഡ് ഇൻ സൗത്ത് ആഫ്രിക്ക ആൻഡ് സൗത്ത് വെസ്റ്റ് ആഫ്രിക്ക, നൗ നെമീബിയ ഫ്രം 1948 ടു ഏർലി 1990s. 1990 മുതൽ ജനങ്ങളെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ വർണ്ണവിവേചനമാക്കിക്കൊണ്ട് ഭരിച്ചതിനാണ് അപ്പാർത്തീഡ് എന്ന് വിളിക്കുന്നത്. മിസ്റ്റർ ഡി ക്ലർക്ക്, ഹി വാസ് സൗത്ത് ആഫ്രിക്കാസ് African politician who served as the president of South Africa from 1989 to 1994 and deputy president from 1994 to 1996, and South Africa's last head of state from the era of white minority rule. വെള്ളക്കാർ ആഫ്രിക്കയെ ഭരിച്ചതിൻ്റെ അവസാനത്തെ റൂളറായിരുന്നു ഇദ്ദേഹം. ഹി ആൻഡ് ഹിസ് ഗവൺമെൻറ് ഡിസ്മാൻഡിൽഡ് ദ അപ്പാർത്തീഡ് സിസ്റ്റം, അപ്പാർത്തീഡ് സിസ്റ്റത്തിനെ ഇല്ലാതാക്കിയത്, ഡിസ്കണ്ടിന്യൂ ചെയ്തത് മിസ്റ്റർ ഡി ക്ലർക്ക് ആയിരുന്നു. ഇൻട്രൊഡ്യൂസ്ഡ് യൂണിവേഴ്സൽ സഫ്രേജ്, അവിടെ എല്ലാവർക്കും വോട്ടവകാശം, യൂണിവേഴ്സൽ സഫ്രേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ടവകാശം കൊണ്ടുവന്നു. അവിടുത്തെ വെള്ളക്കാർക്ക് മാത്രമേ അവിടെ വോട്ടവകാശം ഉണ്ടായിരുന്നുള്ളൂ അതുവരെ. കറുത്ത വംശജരായിട്ടുള്ള അവിടുത്തെ ജനങ്ങൾക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നില്ല. ഐഡിയോളജിക്കലി എ സോഷ്യൽ കൺസർവേറ്റീവ് ആൻഡ് ഇക്കണോമിക് ലിബറൽ, എന്താണ് ഹി ലെഡ് ദ നാഷണൽ പാർട്ടി NP ഫ്രം 1989 ടു 1997. ഇതാണ് ഇതിലത്ത് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കൊന്ന് നോക്കാം. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻഡ് ബൈ അപ്പാർത്തീഡ്? അപ്പാർത്തീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗ്ലോസറിയിൽ 215 പേജിൽ അപ്പാർത്തീഡിൻ്റെ മീനിങ് നോക്കിയാൽ അതിൻ്റെ ആൻസറായി. വാട്ട് അനൗൺസ്മെൻറ്റ് ഡസ് മിസ്റ്റർ ഡി ക്ലോക്ക് മേക്ക്? മിസ്റ്റർ ഡി ക്ലോക്ക് പറഞ്ഞിരിക്കുന്ന അനൗൺസ്മെൻറ്റ് എന്താണെന്നാണ്. ഇതാണ് ടെക്സ്റ്റിൻ്റെ ആദ്യ ഭാഗത്തിൽ. ഓൺ February 2, 1990 F.W. de Klerk stood before the parliament to make the traditional opening speech and did something no other South African head of state had ever done. He truly began to dismantle the apartheid system and lay the groundwork for democratic South Africa. അതാണ് അതിൻ്റെ ആൻസർ. ഫസ്റ്റ് ഈ ടെക്സ്റ്റിൻ്റെ ആദ്യം തുടക്കത്തിലുള്ള 4 ലൈനുകൾ. മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് ആൻഡ് വാട്ട് അനൗൺസ്മെൻറ്റ് ഡസ്, അത് പറഞ്ഞു. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് ഐ ആൻഡ് ഓൾ മൈ കോംറേഡ്സ് കുഡ് നോ ലോങ്ങർ ബി അറസ്റ്റഡ് ഫോർ ബീയിങ് എ മെമ്പർ ഓഫ് ദ ANC. എക്സ്പ്ലെയിൻ. ഞങ്ങളെ ANCAയിലുള്ള സഹപ്രവർത്തകർ ആരെയും ഇനി അറസ്റ്റ് ചെയ്യുകയില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? ബിക്കോസ് ANC ഇറ്റ് വാസ് സ്റ്റേറ്റ് എമർജൻസി ഇൻ സൗത്ത് ആഫ്രിക്ക ഡ്യൂറിങ് ദ റെയിൻ ഓഫ് മിസ്റ്റർ ഡി ക്ലർക്ക്. സോ ANC വാസ് ബാൻഡ്. ANC അന്ന് ഇല്ലീഗലായിട്ടുള്ള ഒരു ഓർഗനൈസേഷനായിരുന്നു. ഇറ്റ് വാസ് ബാൻഡ്, നിരോധിക്കപ്പെട്ടതായിരുന്നു ANC. സോ whoever works in ANC will be arrested. അപ്പം ഈ ഒരു എന്താണ് അപ്പാർത്തീഡ് സിസ്റ്റം അവിടുന്ന് എന്താണ് ഫ്രീഡം ഡിക്ലെയർ ചെയ്തുകൊണ്ട് ഇനി ANCയിലെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയില്ല എന്നാണ് പറയുന്നത്. Whose release from prison was imminent? Why? Nelson Mandela's prison was imminent because the apartheid system was banned in South Africa. apartheid സിസ്റ്റത്തിന് നിരോധനം ഏർപ്പെടുത്തി. apartheid സിസ്റ്റം അവിടെ ഇല്ല ഇനി. വാട്ട് ഈസ് മണ്ടേലാസ് കണക്ഷൻ വിത്ത് ദ പീപ്പിൾ ഓഫ് കേപ്പ് ടൗൺ? കേപ്പ് ടൗണിലത്തെ ജനങ്ങളുമായിട്ട് അദ്ദേഹത്തിനുള്ള ബന്ധം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അത്
പേജ് നമ്പർ 214. Though I was from Johannesburg, Cape Town had been my home for nearly 3 decades. 30 വർഷത്തോളം ഇദ്ദേഹം കേപ്പ് ടൗണിലാണ്. കേപ്പ് ടൗണിലത്തെ ജയിലിലാണ് ഇദ്ദേഹം വസിക്കുന്നത്. അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഐ വുഡ് മേക്ക് മൈ വേ ബാക്ക് ടു ജോഹന്നാസ്ബർഗ് ബട്ട് വെൻ ഐ ചൂസ് നോട്ട് വെൻ ദ ഗവൺമെൻറ് വാണ്ടഡ് മീ ടു. വൺസ് ഐ ആം ഫ്രീ ആൻഡ് ഐ വിൽ ലുക്ക് ആഫ്റ്റർ മൈസെൽഫ്. കേപ്പ് ടൗണിലാണ് ഇദ്ദേഹം ജയിൽവാസം അനുഭവിച്ചത്. അതുകൊണ്ടാണ് ഈ കണക്ഷൻ പറയുന്നത്. നെയിം ദ പേഴ്സൺ മണ്ടേല ഇൻഫോംഡ് സൂൺ ആഫ്റ്റർ ഹിസ് കോൺവെർസേഷൻ വിത്ത് മിസ്റ്റർ ഡി ക്ലർക്ക്. അവരുടെ വ്യക്തികളുടെ പേര് ഇതാണ്. ഒന്ന് വിന്നി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വിന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിന്നി മണ്ടേല, അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഭാര്യയും. അടുത്തത് വാൾട്ടർ മാക്സ് ഉല്യത്തെ സിസുലു, ANC-യുടെ ഒരു കോൺഗ്രസിൻ്റെ ലീഡർ, ANC ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലീഡറെയുമാണ് ഇദ്ദേഹം അറിയിച്ചത്. 2 വ്യക്തികളെ. എക്സ്പ്ലെയിൻ ഐ ഫെൽറ്റ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ മൈ ബ്ലഡ് ആൻഡ് മൈ ബ്രെയിൻ. അതായത് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയത് ആണ് പറയുന്നത്. ഐ ഫെൽറ്റ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ പേജ് നമ്പർ 213 ഇതിൻ്റെ ആൻസർ ഉണ്ട്. ബിറ്റ്വീൻ മൈ ബ്ലഡ് ആൻഡ് മൈ ബ്രെയിൻ ഐ ഡീപ്ലി വാണ്ടഡ് ടു ലീവ് പ്രിസൺ ആസ് സൂൺ ആസ് ഐ കുഡ്. പെട്ടെന്ന് തന്നെ, അതായത് ഇദ്ദേഹത്തിൻ്റെ വൈകാരിക അവസ്ഥയാണ് പറയുന്നത്, ജയിലിൽ നിന്ന് പെട്ടെന്ന് പുറത്തിറങ്ങണം. ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തയാണ് ഇദ്ദേഹത്തിന് പറഞ്ഞത്. ബട്ട് ടു ഡു ഓൺ സച്ച് എ ഷോർട്ട് നോട്ടീസ് വുഡ് ബി നോട്ട് വൈസ്. പെട്ടെന്ന് തന്നെ, നാളെ തന്നെ ഇത്രയും ഷോർട്ട് നോട്ടീസിൽ ഒരു കാര്യം അറിയിച്ചു കഴിഞ്ഞാൽ, വൈകിട്ടൊരു കാര്യം അറിയിച്ച് നിങ്ങൾ നാളെ ജയിൽ മോചിതനാവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. എനിക്ക് സമയം എടുത്തുകൊണ്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് പുറത്തിറങ്ങണം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അതുകൊണ്ടാണ് ബ്ലഡും ബ്രെയിനും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഈ 7 ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.